പ്രിയപ്പെട്ടവരെ, ശാലോം ടി വി ഇന്നൊരുക്കുന്ന മദർ ഓഫ് ഗോഡ് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം സഭയിൽ എല്ലാ കാലവും നിലനിന്നിരുന്നു. സഭയുടെ ആരംഭം മുതൽ. അതാണ് പെന്തക്കോസ്ത തിരുനാളിൽ സ്ലീഹന്മാരോടൊത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അമ്മയുടെ സാന്നിധ്യത്തിലാണ് പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി സ്ലീഹന്മാരെ ദൈവവചനത്തിലും ദൈവപ്രസാദത്തിലും നിറയ്ക്കുന്നത്. അങ്ങനെ അവർ പ്രേക്ഷിതരായി ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. അന്നു മുതൽ ഇന്ന് വരെയും പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും ബഹുമാനവും സഭ കൊണ്ടാടിയിരുന്നു, ആഘോഷിച്ചിരുന്നു. ആഘോഷം നമുക്കറിയാം, അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും സന്തോഷത്തിൻ്റെ ഒരു പങ്കുവയ്ക്കലാണ്. നമ്മൾ ഒന്നിച്ച് നമ്മുടെ ജന്മദിനം ആഘോഷിക്കുന്നു, വിവാഹം ആഘോഷിക്കുന്നു, മറ്റ് തിരുനാളുകൾ ആഘോഷിക്കുന്നു. ഇതുപോലെ തന്നെ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം കരകവിഞ്ഞൊഴുകുമ്പോൾ തിരുസഭ മക്കൾ അത് വിവിധ തിരുനാളുകളിലൂടെ അത് പ്രകടിപ്പിക്കുകയാണ്. സ്നേഹത്തിൻ്റെ പ്രകടനമാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഘോഷണമാണ് ഓരോ തിരുനാളുകളും. പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരാധനാക്രമത്തിൻ്റെ കലണ്ടർ എടുത്തു നോക്കുമ്പോൾ എല്ലാ മാസവും അമ്മയോടുള്ള ഭക്തി തിരുനാളുകൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ഇതുപോലെ ഒരു വിശുദ്ധരോടുമുള്ള ആദരവിനായി എല്ലാ വർഷത്തിൽ മുഴുവൻ നമ്മൾ ആഘോഷിക്കുന്നില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, ജനുവരി മാസത്തിൽ ദൈവമാതാവിൻ്റെ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഫെബ്രുവരി മാസത്തിൽ മറിയത്തിൻ്റെ ശുദ്ധീകരണ തിരുനാൾ ആഘോഷിക്കുന്നു. മാർച്ച് മാസത്തിൽ മംഗള തിരുനാൾ ആഘോഷിക്കുന്നു. ഏപ്രിൽ പ്രകാശപൂർണയായ മറിയത്തിൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുന്നു. മെയ് മാസത്തിൽ സ്വർഗീയ രാജ്ഞി, അതുപോലെ തന്നെ ഫാത്തിമ മാതാവ്, ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവ്, ഈ തിരുനാളുകൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ജൂൺ മാസത്തിൽ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തോടും നിത്യസഹായ മാതാവിനോടുമുള്ള തിരുനാൾ ആഘോഷിക്കുന്നു. ജൂലൈ മാസത്തിൽ കർമ്മല മാതാവിനോടും റോസ മിസ്റ്റിക്ക മാതാവിനോടുമുള്ള തിരുനാൾ ആഘോഷിക്കുന്നു. ഓഗസ്റ്റ് മാസം മാലാഖമാരുടെ രാജ്ഞിയായിട്ടാണ് മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. സെപ്റ്റംബർ മാസത്തിലാണ് കന്യാമറിയത്തിൻ്റെ ജനനം നമ്മൾ കൊണ്ടാടുന്നത്. വേളാങ്കണ്ണി മാതാവിനെയും വ്യാകുല മാതാവിൻ്റെയും തിരുനാൾ സെപ്റ്റംബർ മാസത്തിലാണ്. ജപമാല രാജ്ഞിയുടെ തിരുനാൾ ഒക്ടോബർ മാസത്തിൽ നാം കൊണ്ടാടുന്നു. നവംബർ മാസത്തിൽ മറിയത്തിൻ്റെ കാഴ്ചവെപ്പ്, അതുപോലെ തന്നെ ഡിസംബർ മാസത്തിൽ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം. ഇങ്ങനെ എടുക്കുമ്പോൾ തിരുസഭയുടെ ആരാധന വത്സരത്തിൽ മാതാവിൻ്റെ തിരുനാൾ എല്ലാ വർഷവും എല്ലാ മാസവും നാം ആഘോഷമായി കൊണ്ടാടുന്നുണ്ട്. ഇത് സഭ അമ്മയോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെയും യേശു തന്ന അമ്മയെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള ആ വിശ്വാസത്തിൻ്റെയും പ്രഘോഷണമാണ്, നമ്മുടെ ജീവിതമാണ് അത് കാണിക്കുന്നത്. ഇന്ന് ഈ അവസരത്തിൽ പ്രത്യേകമായി നമ്മൾ ചിന്തിക്കുന്നത്, പരിശുദ്ധ മാതാവിനെ വ്യാകുല മാതാവായി പലപ്പോഴും ചിത്രീകരിക്കാറുണ്ട്. അതുപോലെ തന്നെ സെപ്റ്റംബർ മാസത്തിൽ വ്യാകുല മാതാവിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കാറുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? മേരി യഥാർത്ഥത്തിൽ വ്യാകുല മാതാവായിരുന്നോ? യേശുവിൻ്റെ അമ്മയായിട്ടാണ് നാം അറിയുന്നത് അല്ലെങ്കിൽ എപ്രകാരമാണ് മേരി വ്യാകുലം അനുഭവിക്കുന്നത്? മേരിയുടെ വ്യാകുലത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് വിശുദ്ധ ബെർണാഡ് പറയുന്നുണ്ട്, യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ പീഡാനുഭവം ബെത്ലഹേമിലെ കാലിക്കൂട്ടിൽ ആരംഭിച്ചു. ആ പീഡാനുഭവത്തോടൊപ്പം മേരിയുടെ വേദനയും ആരംഭിച്ചു എന്ന്. അതുപോലെ തന്നെ വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്നത്, രക്തസാക്ഷികൾ അവരുടെ ശരീരത്തിൽ വേദന അനുഭവിച്ചു, മേരിയോ ആത്മാവിൽ വേദന അനുഭവിച്ചു. അങ്ങനെ വിശുദ്ധരുടെ വാക്കുകളിൽ കൂടിയും നാം മനസ്സിലാക്കുന്നത്, മേരിയിൽ ഒരു വേദനയുടെ ഒരു കഥയുണ്ടായിരുന്നു. ആ കഥ ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ജീവിത അനുഭവമായിട്ട് മാറണം. അതാണ് വ്യാകുല മാതാവിൻ്റെ ആ തിരുനാൾ ആഘോഷിക്കുന്നത് വഴി
നാം വിശ്വസിക്കുന്നത്. മേരിയുടെ വേദന നമ്മുടെയും വേദനയാണ്, നമ്മുടെ വേദന മേരിയുടെയും വേദനയാണ്. അതാണ് വ്യാകുല മാതാവിനോടുള്ള നമ്മുടെ ഭക്തിക്ക് അടിസ്ഥാനമായി നിൽക്കുന്നത്. അച്ഛൻ വ്യാകുല മാതാവിനോടുള്ള ഭക്തിയെക്കുറിച്ച് പറഞ്ഞുവല്ലോ, അതിൻ്റെ അടിസ്ഥാനം എന്താണ്? സുവിശേഷത്തിൽ വ്യാകുല മാതാവ് എന്ന പേര് ഒരിടത്തും കാണുന്നില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് സഭയിൽ വ്യാകുല മാതാവിനോടുള്ള ഭക്തി നിലനിൽക്കുന്നത്? ശരിയാണ്, സുവിശേഷത്തിൽ ഒരിടത്തും വ്യാകുല മാതാവ് എന്ന ഒരു പദം ഉപയോഗിച്ചിട്ടില്ല. യേശുവിൻ്റെ അമ്മ എന്നാണ് നാം മാതാവിനെപ്പറ്റി എഴുതി കണ്ടിരിക്കുന്നത് സുവിശേഷങ്ങളിൽ. മേരി എന്ന് അമ്മയെപ്പറ്റി വിളിക്കുന്നുണ്ട് പേര് ചൊല്ലി. എന്നാൽ വ്യാകുല മാതാവ് എന്നൊരിടത്തും കാണുന്നില്ല. അതൊരു വിശ്വാസത്തിൽ നിന്നും ഉണ്ടായ ഒരു നാമമാണ്. കാരണം എന്താണ്? മേരിയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മേരി എന്തൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചോ ആ അനുഭവത്തിലൂടെ നമ്മൾ പോകുമ്പോൾ മനസ്സിലാക്കുന്നത് മേരി സ്നേഹത്തിൻ്റെയും എളിമയുടെയും അനുസരണത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഒരു വ്യക്തിയായതും കൂടാതെ തന്നെ വ്യാകുലത്തിൻ്റെയും ഒരു വ്യക്തിയായിരുന്നു. അതായത് ദുഃഖ സങ്കടങ്ങളുടെ വേദനകളുടെ ഒരു വ്യക്തിയും കൂടിയായിരുന്നു മേരി. സാധാരണഗതിയിൽ വ്യാകുല മാതാവ് എന്ന് പറയുമ്പോൾ നാം ഒരു ചിത്രം കാണാറുണ്ട് വ്യാകുല മാതാവിൻ്റെ. ഒരു നിമിഷം നമുക്ക് ആ ചിത്രം ഒന്ന് ദർശിക്കാം. നമ്മളിപ്പോൾ കണ്ട ഈ ചിത്രം, അവിടെ നാം കാണുന്നത് മേരിയുടെ ഹൃദയത്തിൽ 7 വാളുകൾ കുത്തിത്തറച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആ ഹൃദയത്തിൽ നിന്നും തീജ്വാല ഉയർന്നു പൊങ്ങുന്നു. മേരിയുടെ മുഖം വേദന നിറഞ്ഞിരിക്കുന്നു. ഇതാണ് വ്യാകുല മാതാവിൻ്റെ ഒരു ചിത്രം. ഇത് വിശ്വാസികളുടെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞ ഒരു ചിത്രമാണ്. പക്ഷേ ആ ചിത്രത്തിന് 1000 കഥകൾ പറയുവാനുണ്ട്. 1000 വാക്കുകളിൽ കൂടി വലിയൊരു രക്ഷാകര ചരിത്രത്തിൻ്റെ കഥ ഈ വ്യാകുല മാതാവിൻ്റെ ചിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് വ്യാകുലം? പരമ്പരാഗതമായി വിശ്വസിക്കുന്നത് മേരിക്ക് 7 വ്യാകുലമുണ്ടായിരുന്നുവെന്നാണ്. അതിന് സുവിശേഷപരമായ അടിസ്ഥാനവുമുണ്ട് താനും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒന്നാമതായി പറയുന്നത് ശിമിയോൻ്റെ പ്രവചനം. ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 22 മുതൽ 35 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ശിമിയോൻ എന്ന വ്യക്തി പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി ദേവാലയത്തിലേക്ക് വരുന്നു. ആ സമയത്ത് മാതാവും യേശുപിതാവും യേശുവിനെ സമർപ്പിക്കാനായി ദേവാലയത്തിൽ കൊണ്ടിരുന്നു. ആ ഭാഗമൊന്ന് എടുത്ത് വായിക്കാമോ? ലൂക്കായുടെ സുവിശേഷം അധ്യായം 2 വാക്യം 22 മുതൽ 35 വരെ. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവെ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. ഒരു വാൾ നിന്റെ ഹൃദയത്തിലൂടെ കടന്നു പോകും ശിമയോൻ പ്രവചിക്കുകയാണ്. ആ പ്രവചനം മേരിയുടെ ജീവിതത്തിൽ പലതവണ ആവർത്തിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അത് വാച്യാർത്ഥത്തിലല്ല, മാനസികമായും ആത്മീയമായും മേരി പലപ്പോഴും ഈ വാളാൽ മേരിയുടെ ഹൃദയം ഭേദിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് രണ്ടാമത്തെ മേരിയുടെ വ്യാകുലത കാണുന്നത് ഈജിപ്തിലേക്കുള്ള പലായനമാണ്. യേശുപിതാവും മാതാവും ഉണ്ണിയേശുവിനെയും വഹിച്ചുകൊണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ 2:13-23 പറയുന്നത്. വീണ്ടും മേരിക്ക് ഏറ്റവും അധികം ദുഃഖമുണ്ടായ ഒരു രംഗമുണ്ട്. യേശുവിനെ ദേവാലയത്തിൽ നഷ്ടപ്പെടുന്നു. മൂന്നാമത്തെ വ്യാകുലമായിട്ട് സഭയിൽ പാരമ്പര്യം നിലനിൽക്കുന്നു.
ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 41 മുതലുള്ള വാക്യങ്ങളാണ് അത് കാണുന്നത്. അതുകൊണ്ടാണ് വേദനയോടെ തൻ്റെ മകനെ കാണുമ്പോൾ മേരി ചോദിക്കുന്നുണ്ട്, മകനെ, എന്തുകൊണ്ട് നീ ഇത് ഞങ്ങളോട് ചെയ്തു? മാനസികമായി മേരിയുടെ ഹൃദയം പിളർക്കപ്പെട്ട രംഗമാണത്. പിന്നീട് നാം കാണുന്നുണ്ട് മേരി കാൽവരിയിലേക്കുള്ള യേശുവിൻ്റെ യാത്രയിൽ ഒപ്പമുണ്ടായിരുന്നു. ഒരമ്മയുടെ ഹൃദയം എത്രമാത്രം ഭേദിക്കപ്പെട്ടില്ല വാളാൽ, ദുഃഖത്താൽ. അതാണ് 4-ാമത്തെ മേരിയുടെ വ്യാകുലമായിട്ട് കണക്കാക്കുന്നത്. വീണ്ടും യേശു കുരിശിൽ മരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള വാക്യത്തിൽ ഈ വലിയ ശോകമായ ഒരു രംഗം നാം കാണുന്നുണ്ട്. സ്വന്തം അമ്മയുടെ മുമ്പിൽ വെച്ച് പുത്രൻ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിക്കുന്നു. ഒരമ്മയുടെ ഹൃദയം തീർച്ചയായിട്ടും തകർന്നിട്ടുണ്ടാകണം. മറ്റത് 6-ാമത്തേത് കാണുന്നത് അത് പാരമ്പര്യമാണ്. യേശുവിനെ കുരിശിൽ നിന്നും ഇറക്കി മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു. ഇതാണ് പിന്നീട് മൈക്കലാഞ്ചലോ സൃഷ്ടിച്ച പിയാത്ത. അനേകം നാളുകളിലെ ധ്യാനത്തിൻ്റെയും പഠനത്തിൻ്റെയും വെളിച്ചത്തിൽ മൈക്കലാഞ്ചലോയുടെ മനോമുഖരത്തിൽ തെളിഞ്ഞു വന്ന ആ ചിത്രമാണ് അവിടെ പിയത്ത ആയിട്ട് കാണുന്നത്. ദുഃഖപൂരിതമായ മാതാവിൻ്റെ ആ മുഖം. 7-ാമത്തെ ദുഃഖത്തിൻ്റെ ആ വാൾ കണക്കാക്കപ്പെടുന്നത് യേശുവിനെ സംസ്കരിക്കുന്ന രംഗമാണ്. അപ്പോൾ ഈ 7 വ്യാകുലം മേരിയുടെ ഹൃദയത്തെ പിളർത്തി തകർത്തു. ഇതിന് അടിസ്ഥാനം സുവിശേഷത്തിൽ തന്നെയുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ മേരിയുടെ ഈ വ്യാകുലത്തെപ്പറ്റി ധ്യാനിക്കുകയും അതിനോട് ഒരു പ്രത്യേകമായ ഭക്തിയും നാം പുലർത്തുകയും ചെയ്യുന്നത്? ഒരു കാര്യം നാം മനസ്സിലാക്കണം, മേരിയുടെ വ്യാകുലം മേരിക്ക് വേണ്ടി ആയിരുന്നില്ല. മേരിയുടെ എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും വേദനകളും തൻ്റെ പ്രിയപുത്രന് വേണ്ടിയിട്ടായിരുന്നു. വാസ്തവത്തിൽ അമ്മയുടെ ആ ദുഃഖം ആരംഭിക്കുന്നത്, വേദന ആരംഭിക്കുന്നത്, വ്യാകുലം തുടങ്ങുന്നത് ഈ മുമ്പ് കണ്ടതുപോലെ ശിമയോൻ്റെ പ്രവചനത്തിലും കൂടി ഒന്നുമല്ല. മംഗളവാർത്ത മേരി അറിയിച്ചപ്പോൾ തന്നെ മേരി വ്യാകുല ചിത്തയായിരുന്നു. കാരണം അന്നത്തെ സംസ്കാരമനുസരിച്ച്, നാട്ടു നടപടി അനുസരിച്ച് അവിവാഹിതയായ ഒരു സ്ത്രീ ഗർഭം ധരിച്ചാൽ എറിഞ്ഞ് കൊല്ലപ്പെടുമായിരുന്നു. ഇതിനെ മേരി കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ദൂതൻ ആ സന്ദേശം നൽകിയപ്പോൾ മേരിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം മനസ്സിൽ തെളിഞ്ഞു വന്നത് ഒരു മംഗളവാർത്ത ആയിട്ടായിരിക്കില്ല, പേടിപ്പെടുത്തുന്ന, വ്യാകുലപ്പെടുത്തുന്ന ഒരു വാർത്തയായിട്ടാണ്. എന്നാൽ അതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കിയ മേരി ആ വേദനയെ സ്വന്തം ജീവിതത്തിൽ ഏറ്റെടുത്തപ്പോൾ സമാധാനത്തോടെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്നു. അപ്പോൾ മേരിയുടെ വ്യാകുലം ആരംഭിക്കുന്നത് മംഗളവാർത്തയോടുകൂടി എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി അത് പൂർത്തിയാകുന്നത് കുരിശിൽ യേശുനാഥൻ മേരിയെ വലിയൊരു ദൗത്യം ഏൽപ്പിക്കുമ്പോഴാണ്. ഈ യുഗത്തിൻ്റെ എല്ലാ മനുഷ്യരാശിയുടെ അമ്മയായി മേരിയെ പരമേൽപ്പിക്കുമ്പോൾ ചരിത്രപരമായി അത് ശരിയാണ്. എന്നാൽ നാം കാണുന്നുണ്ട് മേരിയുടെ ജീവിതം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. മേരി സ്വർഗാരോപിതയാകുന്നു, സ്വർഗത്തിൻ്റെ രാജ്ഞിയാകുന്നു, തൻ്റെ പുത്രനോടൊപ്പമുള്ള ദൗത്യം നിർവഹിക്കുന്നു. ഇതാണ് മേരിയുടെ ദുഃഖത്തിൻ്റെയും അതുപോലെ തന്നെ മേരിയുടെ വ്യാകുലത്തിൻ്റെയും അടിസ്ഥാനമായി നിൽക്കുന്നത്. മേരി സഹിക്കുന്നത് മേരിക്ക് വേണ്ടിയല്ല, തൻ്റെ പുത്രന് വേണ്ടിയും പുത്രൻ എന്ത് ദൗത്യം ലോകത്തിൽ കൊണ്ടുവന്നോ അതിൻ്റെ പൂർത്തീകരണത്തിനും വേണ്ടിയാണ്. അതായത് എൻ്റെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് മേരിയുടെ വേദന. ആ വേദന ഇന്നും തുടരുകയാണ്. കാരണം മേരി ഇന്നും നമ്മളെ സ്നേഹിക്കുന്നു. സ്നേഹത്തിൽ നിന്നാണ് വേദന ഉടലെടുക്കുന്നത്. ആ വേദന ഇന്നും മേരി അനുഭവിക്കുന്നു. കാരണം അത് രക്ഷാകരമായ വേദനയാണ്. പരിശുദ്ധ അമ്മ സ്വർഗാരോഹണം ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടിയും ധരിക്കപ്പെട്ടു. എങ്കിൽ പിന്നെ വ്യാകുല മാതാവ് എന്നുള്ള പേരിന് എന്തർത്ഥമാണുള്ളത്? ശരിക്കും സഭാവിശ്വാസത്തിന് തന്നെ എതിരല്ലേ ഇത്? ഒരു വിധത്തിൽ ചിന്തിച്ചാൽ, യുക്തിപരമായി ചിന്തിച്ചാൽ
ഇത് ശരിയായ ഒരു പേരല്ല മേരിയെ സംബന്ധിച്ചിടത്തോളം. സ്വർഗീയ രാജ്ഞിയായി, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി, മാലാഹമാരുടെയും സ്വർഗവാസികളുടെയും രാജ്ഞിയായി മുടിധരിപ്പിക്കപ്പെട്ട മേരി ദുഃഖിതയോ? ഇതല്ലേ ചോദ്യം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, എന്തുകൊണ്ടാണ് മേരിയെ ദുഃഖിത എന്ന് പറയുന്നത്, വ്യാകുലങ്ങളുടെ അമ്മ എന്ന് പറയുന്നത്? ഒന്ന്, ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. ഒരു ജീവൻ ഉടലെടുക്കണമെങ്കിൽ അത് വേദനയിൽ കൂടി മാത്രമേ പുതിയൊരു ജീവൻ ഉടലെടുക്കുകയുള്ളൂ. ഒരമ്മ കുഞ്ഞിന് ജന്മമേകുമ്പോൾ അതൊരു വേദനയുടെ കുഞ്ഞാണ്. ഒരു വിത്ത് അഴിഞ്ഞില്ലെങ്കിൽ പുതിയൊരു മുള വരികയില്ല, യേശുനാഥൻ അത് പറയുന്നുണ്ട്. അപ്പോൾ എവിടെ പുതുജീവൻ ആരംഭിക്കുമെന്നോ അവിടെ ഒരു വേദനയുടെ കഥയുണ്ട്. ഇത് തന്നെയാണ് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുകയും. ദൈവപുത്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. പൗലോസിലെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ, ദൈവത്തോട് സമനായിരിക്കെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദാസൻ്റെ രൂപം ധരിച്ച് അവൻ കുരിശ് മരണം വരെ അനുസരണമുള്ളവനായി തീർന്നു. അതുവഴി ലോകത്തിൻ്റെ രക്ഷ കിട്ടി. ഇതേപ്പറ്റി പത്രോസ്ലിയായും പറയുന്നുണ്ട്, എപ്രകാരമാണ് നമുക്ക് രക്ഷ ലഭിച്ചതെന്ന്. വിശുദ്ധ പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 18-ാം വാക്യം ഒന്നെടുത്ത് വായിച്ചേ. എന്താണ് പത്രോസ്ലിയ, എങ്ങനെയാണ് യേശുനാഥൻ നമുക്ക് രക്ഷ നേടിത്തന്നുവെന്ന് പറയുന്ന വാക്യമുണ്ട്. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം അധ്യായം 1 വാക്യങ്ങൾ 18-ഉം 19-ഉം. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്നും നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. കറയോ കളങ്കമോ ഇല്ലാത്ത ക്രിസ്തുവിൻ്റേതുപോലുള്ള രക്തം കൊണ്ടത്രേ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത്. ഇതിനൊരു വേദനയുടെ ചരിത്രമുണ്ട്, അത് യേശുവിൻ്റെ ചരിത്രമാണ്. എന്നാൽ ഈ യേശുവിനെ ലോകത്തിലേക്ക് മനുഷ്യത്വം നൽകി ജന്മം നൽകി വളർത്തിയ അമ്മയുടെ ആ ദുഃഖം യേശുവിൻ്റെ ദുഃഖത്തോടു കൂടി ഒന്നുചേരുന്നതായിട്ടാണ് സുവിശേഷം മുഴുവൻ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ മേരിയുടെ ദുഃഖമെന്നത് യേശുവിൻ്റെ ദുഃഖമാണ്. മേരിയുടെ ദുഃഖമെന്നത് എൻ്റെയും നിങ്ങളുടെയും ദുഃഖമാണ്. കാരണം യേശുനാഥൻ എനിക്ക് രക്ഷ നേടിത്തരുവാൻ വേണ്ടി സ്വന്തം രക്തം ചൊരിഞ്ഞു. ആ യേശുവിനോടൊപ്പം നാമും ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ പൗലോസിലെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ്. യേശുവിൻ്റെ രക്തമാണ് അവിടെ വില കൊടുക്കപ്പെട്ടത്. അപ്പോൾ ആ വില കൊടുക്കപ്പെട്ട് വാങ്ങപ്പെട്ടവരായ നമ്മൾ യഥാർത്ഥത്തിൽ രക്ഷ പ്രാപിക്കണമെങ്കിൽ നമ്മുടെ വേദനയും നമ്മുടെ ദുഃഖങ്ങളും യേശുവിൻ്റെ കുരിശിനോടുകൂടി വേദനയോടുകൂടി പിതാവായ ദൈവത്തിന് സമർപ്പിക്കണം. അതാണ് മേരി ചെയ്തത്. അതുകൊണ്ട് മേരിയെ ദുഃഖത്തിൻ്റെ ഒരു അമ്മയായിട്ടല്ല അവിടെ കൊണ്ടുവരുന്നത്. മേരിയെ കാണുന്നത് തൻ്റെ ദുഃഖം മനുഷ്യരാശിക്ക് വേണ്ടി യേശുവിനോടൊപ്പം സമർപ്പിച്ച വലിയ ഒരു ബലിവസ്തുവായിട്ടാണ് നാം കാണുന്നത്. ഇതുകൊണ്ടാണ് വ്യാകുല മാതാവിനോടുള്ള പ്രത്യേക ഭക്തി നാം പ്രകടിപ്പിക്കുന്നത്. കാരണം എല്ലാ മനുഷ്യ ജീവിതത്തിലും വേദനയുണ്ട്, ദുഃഖമുണ്ട്, രോഗമുണ്ട്, മരണമുണ്ട്, കണ്ണുനീരിൻ്റെ കഥയുണ്ട്. അപ്പോൾ നമുക്ക് മുമ്പേ കടന്നുപോയ, നമുക്ക് മുമ്പേ സ്വർഗാരോപണം ചെയ്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിലും ഈ വേദനകളിൽ കൂടിയാണല്ലോ കടന്നുപോയത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കൊരാശ്വാസം ലഭിക്കുന്നു, നമുക്കൊരു ശക്തി ലഭിക്കുന്നു. ആ വഴിയെ കൂടെ പോകുവാൻ നമ്മൾക്ക് പ്രകാശം ലഭിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് മേരിയുടെ സഹനം എന്നത് എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയിട്ടുമുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? 2-ാം വത്തിക്കാൻ കൗൺസിൽ തന്നെ മേരിയുടെ പ്രത്യേകമായ ദൗത്യത്തെപ്പറ്റി പറഞ്ഞിട്ട് പറയുന്നുണ്ട്, ജന്മപാപത്തിൻ്റെ എല്ലാ കറകളിൽ നിന്നും സ്വതന്ത്രയായിരുന്ന നിർമ്മല കന്യക ഈ ലോകവാസത്തിൻ്റെ അവസാനത്തിൽ ആത്മശരീരങ്ങളോടെ സ്വർഗീയ മഹത്വത്തിലേക്ക് ആരോഹിതയായി. ഇതിനും പുറമെ നമ്മുടെ കർത്താവ് അവളെ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ രാജ്ഞിയായി വാഴിച്ചു. ഇത് കർത്താക്കളുടെ കർത്താവും പാപത്തിൻ്റെയും മരണത്തെയും ജയിച്ചവനുമായ
തൻ്റെ തിരുസുതനോട് അവൾ കൂടുതലായി അനുരൂപപ്പെടുവാൻ വേണ്ടിയിട്ടായിരുന്നു. തിരുസുതൻ്റെ വേദനയിൽ പങ്കുചേരുവാൻ വേണ്ടിയിട്ടായിരുന്നു. ഇന്നും ആ തിരുസുതൻ യേശു നമുക്ക് വേണ്ടി വേദന സഹിക്കുന്നുണ്ട്. ഇന്ന് ലോകത്തിൽ ഓരോ മനുഷ്യ മക്കളും ചെയ്യുന്ന പാപം യേശുവിനെ കുരിശിൽ തറയ്ക്കുന്ന പാപമാണ്. അപ്പോൾ ഒരിക്കൽ യേശുനാഥൻ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചപ്പോൾ ചരിത്രത്തിൽ അന്ന് യേശുവിനോടൊപ്പം മേരിയും ഉണ്ടായിരുന്നു. ഇന്ന് ഓരോ മനുഷ്യ മക്കളും ദൈവത്തിനെതിരായി പാപം ചെയ്യുമ്പോൾ, തൻ്റെ സഹോദരനെതിരായി അയൽക്കാർക്കെതിരായി പാപം ചെയ്യുമ്പോൾ, തെറ്റ് ചെയ്യുമ്പോൾ അവിടെ കരയുന്നത് ദൈവപുത്രനാണ്. ആ ദൈവപുത്രൻ്റെ ദുഃഖത്തിൽ ഇത് തൻ്റെ അമ്മയും പങ്കുചേരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, മേരി ആത്മീയമായി യേശുവിൻ്റെ ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു ലോകത്തിൻ്റെ ഓരോ പാപങ്ങളും കാണുമ്പോൾ. സഹനം ഒരു ദൈവവിളിയാണ്. കാരണം സഹനത്തിലൂടെ രക്ഷ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ദൈവവിളി പൂർണ്ണമായി സ്വീകരിച്ചവളാണ് യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയം. നമ്മുടെ കണ്ണുകൾക്ക് വായിക്കാൻ സാധിക്കാത്ത ഒരു സുവിശേഷം മേരി എഴുതിയിട്ടുണ്ട്. അത് സ്വന്തം ഹൃദയത്തിലാണ് എഴുതിയത്. വേദനയുടെ വാളുകൊണ്ടാണ് അത് എഴുതിയത്. വിശ്വാസ കണ്ണുകൾ കൊണ്ടേ ആ സുവിശേഷം നമ്മൾക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. അത് രക്ഷയുടെ സുവിശേഷമാണ്, പ്രത്യാശയുടെ സുവിശേഷമാണ്, പ്രതീക്ഷയുടെ സുവിശേഷമാണ്. ഈ മേരിയുടെ സങ്കടം, ദുഃഖം തീർച്ചയായും ഓരോ മനുഷ്യ മക്കളോടുള്ള സ്നേഹത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെടുന്നതാണ്. നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ നമുക്കുമുണ്ട് ദുഃഖങ്ങൾ, നമുക്കുമുണ്ട് വേദനകൾ, നമുക്കുമുണ്ട് നിരാശയുടേതായ നിമിഷങ്ങൾ. അപ്പോൾ നഷ്ടധൈര്യരാകാതെ, വിശ്വാസം ഉപേക്ഷിക്കാതെ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാനും അമ്മയോടൊത്ത് ആ വേദന സഹിച്ചുകൊണ്ട് യേശുവിൻ്റെ കുരിശോടുകൂടി പിതാവായ ദൈവത്തിന് സമർപ്പിക്കുവാനും അമ്മ ഇന്ന് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. സഹനം എന്ന ദൈവവിളി സ്നേഹപൂർവ്വം ഏറ്റെടുത്തുകൊണ്ട് യേശുവിൻ്റെ രക്ഷാകര കർമ്മത്തിൽ പങ്കുചേരുവാൻ അമ്മ നമ്മളെ എല്ലാവരെയും സഹായിക്കുന്നു. അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദുഃഖങ്ങൾ അമ്മയ്ക്ക് നമുക്ക് കാഴ്ചവെക്കാം. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മ പ്രത്യേകമായി സംരക്ഷിക്കുകയും വേദനയിലും ദുഃഖത്തിലും ശക്തി നൽകുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥവും നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ആപത്തിലുലയാതെ താങ്ങായി വരും പാരിൻ സഹരക്ഷയമ്മ. പാപത്തിൽ വീഴാതെ തുണയായി വരും പരിശുദ്ധ കന്യയാണമ്മ. പരിശുദ്ധനേശുവിൻ തിരുസന്നിധിയിൽ മാധ്യസ്ഥ്യമേകുന്നോരമ്മ. മക്കളെ കാക്കുന്ന മരിയാമ്പിക ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും
സ്നേഹമമ്മ